സ്കൂളിൽ പോകുന്ന ദിവസം ബിരിയാണി കിട്ടില്ല എന്ന് പറഞ്ഞാൽ പോകുമോ? പോട്ടില്ല. ഞാൻ JCB കൊണ്ടുവന്ന് അങ്ങാവാടി പൊളിക്കും. അയ്യോ, അങ്ങനൊന്നും ചെയ്യില്ല. JCB കൊണ്ടുവന്ന് അങ്കവാടി എന്തിനാ പൊളിക്കുന്നത്? ഉപ്പുമാവ് തരുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നാലെ ആക്കണം. ഒരു JCB നിറയെ ബിരിയാണി വീട്ടിൽ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും ശങ്കു? ഞാൻ തിന്നിച്ചു. അപ്പൊ കുറെ ബിരിയാണി കഴിച്ചാൽ വയറുവേദന എടുക്കില്ലേ? ഇല്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ബിരിയാണി തന്നെ കഴിക്കാനാണോ ഇഷ്ടം? വീട്ടിലുണ്ടാക്കുന്നു. ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഉള്ളിൽ പൂസെല്ലാം ഇട്ട് പൂസെല്ലാം വെച്ച് മാറ്റി തരും. ബിരിയാണി സ്കൂളിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞ മന്ത്രി വീണ ജോർജ് മാഡത്തിന് ഇഷ്ടമാണോ? ഈ ഭൂമിയിൽ ഏറ്റവും അധികം ഇഷ്ടം ബിരിയാണി സ്കൂളിൽ കൊണ്ടുതന്ന മന്ത്രിയെയാണോ? അപ്പൊ ശംഖുവിന് എല്ലാ ദിവസവും നിറയെ ബിരിയാണി കിട്ടട്ടെ, ബിരിയാണിയെ പോലെ തന്നെ നല്ല വിഭവങ്ങൾ കിട്ടട്ടെ, ഒപ്പം തന്നെ നന്നായിട്ട് പഠിച്ച് വയർ നിറച്ച് പഠിക്കാനും കഴിയട്ടെ. സന്തോഷം, നന്ദി, ടാറ്റ. എന്റെ JCB കൊണ്ടുവന്ന് ഇച്ചിരി എടുത്തോണ്ട് പാട്ടയിൽ ഇച്ചിരി എടുത്തോണ്ട് കൊണ്ടുപോകും. ടാറ്റ ടാറ്റ. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പ്രവേശനോത്സവത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഈ അങ്കണവാടി അടക്കം കേരളത്തിലെ എല്ലാ അങ്കണവാടികളിലും ഇതേപോലെ ഇനി ബിരിയാണി ലഭിക്കാൻ പോകുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ആവശ്യത്തിന് സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാക്കിയെടുത്ത് എല്ലാ കുട്ടികളുടെയും അഭിരുചിയും ഒക്കെ ഈ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റു വാർത്തകളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നൽകിയ വാർത്തയുമായിട്ട് ഒരിക്കലും ചേരാത്ത ഒരു വാർത്തയാണ്, അല്പം ക്രൂരതയുള്ളൊരു വാർത്ത. കോഴിക്കോട് സെക്സ് റാക്കറ്റിൻ്റെ കെണിയിൽ പെൺകുട്ടി അകപ്പെട്ട സംഭവം. എന്തായാലും